CPM കേന്ദ്ര കമ്മിറ്റി അംഗം നമ്മുടെ EP ജയരാജന്റെ ആത്മകഥ ഇതാണ് എന്റെ ജീവിതം പുറത്തിറങ്ങുന്നു. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. കഥാകൃത്ത് T പത്മനാഭൻ ഏറ്റുവാങ്ങും. EP ജയരാജൻ തത്സമയം നമുക്കും ചേരുന്നുണ്ട്. നമസ്കാരം CEP. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. ഇതാണ് എൻ്റെ ജീവിതം. ശരിക്കും ഇതായിരുന്നു ജീവിതം. പുറത്തു വന്നതെല്ലാം മറ്റാരോ പടച്ചുവിട്ട ജീവിതത്തിന്റെ കഥയായിരുന്നു അല്ലേ? അതായിരിക്കുമല്ലോ അതിന്റെ ധ്വനി. പുതിയ യഥാർത്ഥ ആത്മകഥ പുറത്തിറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടോ? ഒരു ദിവസം കൂടിയല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ. നാളെ വൈകുന്നേരം 4 മണിക്ക് പ്രസാദനം ചെയ്യുന്നതോടുകൂടി പുറത്തു വരുമല്ലോ. ഇതുവരെ കാത്തിരുന്നവർക്ക് ആ സമയം കൂടി കാത്തിരിക്കാൻ വിഷമമുണ്ടാകില്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കഥാകൃത്ത് T പത്മനാഭനാണ് ഏറ്റുവാങ്ങുന്നത്. മുഖ്യമന്ത്രിയാണ് ആത്മകഥ പ്രകാശനം ചെയ്യുന്നത് അല്ലേ? അതെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ. കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവാണ് സഖാ പിണറായി. അദ്ദേഹം തന്നെയാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷതയായി ഞാൻ കാണുന്നത്. മറ്റൊന്നാകട്ടെ, ചെറുകഥാരംഗത്തെ കുലപതിയായിട്ടുള്ള ശ്രീ പപ്പേട്ടൻ അദ്ദേഹമാണ് ഏറ്റുവാങ്ങുന്നത്. ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ് എടുത്തു കാണിക്കുന്നത്. ആദ്യത്തെ ആത്മകഥ എന്ന മട്ടിൽ പുറത്തു വന്നതിൻ്റെ തലക്കെട്ട് പരിപ്പുവടയും കട്ടൻ ചായയും അല്ലേ? അതിൽ നിന്ന് ഇതാണ് എൻ്റെ ജീവിതം എന്ന ഒരു കഥയിലേക്ക്, ഇതാണ് എൻ്റെ ജീവിതത്തിലേക്ക് മാറുമ്പോൾ ശരിക്കും ആദ്യത്തെ തലക്കെട്ടാണോ ഈ തലക്കെട്ടാണോ താങ്കൾക്ക് ഏറ്റവും പ്രിയം? എന്നെ പരിഹസിക്കാനും എനിക്ക് നേരെ ആക്രമണം നടത്താനും എതിരാളികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രയോഗമാണത്. ആ പ്രയോഗം, എന്നെ പരിഹസിക്കാനുണ്ടാക്കിയിട്ടുള്ള പ്രയോഗം, ആരെങ്കിലും അത് ഇഷ്ടപ്പെടുമോ? അത് ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ തലക്കെട്ടും ആ പുസ്തകവുമെല്ലാം അതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢോദ്ദേശമുണ്ട്. ആ ഉദ്ദേശമുള്ളവരെ പടച്ചുണ്ടാക്കിയിട്ടുള്ളതാണത്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ജീവിതം, അതാണ് യാഥാർത്ഥ്യം. അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആത്മകഥ എനിക്ക് ഡയറി എഴുതുന്ന ശീലമില്ലായിരുന്നു പണ്ടേ. പക്ഷെ എൻ്റെ അടുത്ത സഹപ്രവർത്തകരും സഖാക്കളും സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവരെല്ലാം എന്നോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ജീവചരിത്രം, നിങ്ങളുടെ കഥ നിങ്ങളൊന്ന് എഴുതി ജനങ്ങളെ അറിയിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ എല്ലാം ആയുസ്സിനൊരു പരിധിയുണ്ട്. കുറച്ച് വർഷം കഴിഞ്ഞാൽ നമ്മളുണ്ടാകില്ല. പക്ഷേ നിങ്ങളെക്കുറിച്ചെങ്കിലും നാട്ടിലെ ജനങ്ങൾക്കറിയാൻ ഇത്തരത്തിലുള്ളൊരു പുസ്തകം ആവശ്യമാണ് എന്ന് എന്നോട് ഉപദേശിച്ചു, എന്നോട് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എൻ്റെ ഓർമ്മ വെച്ചിട്ടാണ്, കുറിച്ചു വെച്ചിട്ടുള്ള ഒരു കുറിപ്പ് വെച്ചിട്ടല്ല, എൻ്റെ ഓർമ്മ വെച്ചുകൊണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഉള്ള കുറേ അനുഭവങ്ങളാണ്. മുഴുവൻ അനുഭവങ്ങളും ഈ പുസ്തകത്തിലില്ല. കുറേ അനുഭവങ്ങൾ, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒട്ടനവധി പ്രയാസങ്ങളും മർദ്ദനങ്ങളും ഭീകരതയും അതുപോലെയുള്ള കാര്യങ്ങൾ, ഞാൻ നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ആത്മകഥ തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് കേരളത്തിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. ഇപിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് തന്നെ അറിയാം. അതൊരു പോരാട്ടം തന്നെയായിരുന്നു. ഇപിയുടെ ആണെങ്കിലും കണ്ണൂരുള്ള കേരളത്തിലെ പൊതുവെ ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ പോരാട്ടത്തിലൂടെ അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉയർന്നു വരാൻ കഴിയില്ലല്ലോ. ആ പോരാട്ടമെല്ലാം അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും എന്നത് ഉറപ്പാണ്. ഞാൻ ആദ്യത്തെ പുറത്തു വന്നത് മുഴുവൻ കുത്തിയിരുന്ന് വായിച്ചു, അന്നത് വിവാദമായ സമയത്ത്. പക്ഷെ അതിൽ പോലും ചില സത്യത്തിൻ്റെ ചില പ്രതിഫലനങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ കൂട്ടിച്ചേർത്തതും പിന്നീട് വിവാദമാക്കിയതുമൊക്കെ അതിന് പിന്നിൽ ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ വരുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇടക്കാലത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത് മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് താങ്കൾ മാറുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ മാനസികമായി വിഷമിച്ചൊരു സാഹചര്യമായിരിക്കുമല്ലോ. വ്യക്തിപരമായി ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും. അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമോ ഈ ആത്മകഥയിൽ? പല സാഹചര്യങ്ങളും മനുഷ്യ ജീവിതത്തിലുണ്ടാകും. ആ സാഹചര്യങ്ങളിലെല്ലാം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ
എല്ലാ പ്രശ്നങ്ങളെയും സമീപിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ രാഷ്ട്രീയ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഈ കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ കേരളത്തിൻ്റെ അവസ്ഥ? ഇന്നത്തെ ഈ കേരളം ഉണ്ടാകുമായിരുന്നു? അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രസക്തി. അത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുക, ആ പ്രസ്ഥാനത്തെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരിക, എല്ലാ വിഭാഗം ജനങ്ങളെയും പിന്തുണയും സഹായങ്ങളും ആർജിച്ചുകൊണ്ട് ഒരു കരുത്തുറ്റ വിപ്ലവ പ്രസ്ഥാനം വളർത്തിയെടുക്കുക, അതിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയുക. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഉയർച്ചയും തകർച്ചയും പാളിച്ചകളും ഒക്കെ ഉണ്ടായേക്കാം. അത് മനുഷ്യ സഹജമാണ്. ആ മനുഷ്യ സഹജമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുസ്തകം. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പം തുറന്നങ്ങ് ചോദിക്കുകയാണ്. കാര്യം ഇപ്പോൾ എന്തായാലും ഈ ആത്മകഥ പുറത്തു വരികയല്ലേ, ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അങ്ങേപ്പോലുള്ള നേതാക്കൾ പോവില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ അതെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആഗ്രഹമായും സ്വപ്നമായിട്ടും ഒക്കെ മനസ്സിലുണ്ടാവില്ലേ? ഇപ്പം സംസ്ഥാനത്തെ സെക്രട്ടറി പദവി, അതല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള യാത്ര, ഇതൊക്കെ ഉള്ളിൽ മനസ്സിലൊരു മോഹമായിട്ടെങ്കിലും കൊണ്ടു നടന്നിട്ടുണ്ടാവില്ലേ ഒരു കാലത്ത്? സത്യസന്ധമായി ഞാൻ പറയാം, എനിക്ക് അത്തരത്തിലുള്ള ഒരു മോഹവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അതാണ് എന്നെക്കുറിച്ച് അറിയാത്തവർക്ക് തോന്നാവുന്നൊരു കാര്യം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ഥാനത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുകയോ മോഹിക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന ശീലമല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ആ കാലഘട്ടങ്ങളിൽ എന്താണോ പാർട്ടി തീരുമാനിക്കുന്നത് ആ ചുമതലകൾ ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അതാണ് എൻ്റെ ജീവിതം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം. നമുക്ക് വായിക്കാം, വായിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം ഇരിക്കാം. അങ്ങൊരിക്കൽ രാവിലെ പ്രഭാതവർഷത്തിൽ വിളിച്ചിരുന്നു, ഇതുവരെ സാധ്യമായില്ല തിരക്കിനിടയിൽ. നമുക്കൊരു ദിവസം ഇരുന്ന് ചായ കുടിച്ച് ഈ പുസ്തകവും കുറച്ച് കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാം. താങ്ക് യു ഇ.പി. ചേച്ചിയെ കൂടി വിവരം അറിയിച്ചോളൂ. സന്തോഷം. എപ്പോഴും നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ നല്ലൊരു മാധ്യമ പ്രവർത്തകരാണ്. എനിക്കിഷ്ടമുള്ള, ഞാൻ സത്യസന്ധമായി പറയാം, മുഖസ്ഥിതി പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ നിങ്ങൾ നല്ലൊരു മാധ്യമ പ്രവർത്തകരാണ്. ഇന്ന് മാത്രമല്ല, നിങ്ങൾ ആ ചാനലിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ വരവും സംസാരങ്ങളും അതിൻ്റെ അവതരണങ്ങളുമെല്ലാം എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഘടകമാണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾ. തിരിച്ചും അതുകൂടി നിങ്ങളെ ഇപ്പോൾ അറിയിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ജീവിതം വായിക്കും, അത് തന്നെ വലിയൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. താങ്ക് യു. ഇ.പി. ആണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇ.പി.യുടെ ആത്മകഥ പുറത്തിറങ്ങുകയാണ്. കയ്യിൽ കിട്ടിയാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ വായിച്ചോളൂ. നാളെയാണ് പ്രകാശനം.